ദൂതിതാണ്. നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, നിങ്ങളുടെ തലമുറ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഇനി എങ്ങോട്ട്, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, ഇനിയും എന്നെ ചതയ്ക്കുവാണോ? കർത്താവ് പറയുക, ഇല്ല മോളെ, അല്ലെങ്കിൽ മെതിക്കുന്ന വണ്ടിയുടെ ചക്രത്തെ അല്ലെങ്കിൽ കുതിരകളെ ഇനി നിന്റെ മേലെ കയറ്റി ഹല്ലേലൂയ ഇനി നിന്നെ ചതച്ച് കളയാനുള്ളതല്ല, ഉടയ്ക്കുവാനുള്ളതല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കി അനേകർക്ക് വിലയുള്ളതാക്കുവാനാ ഇന്ന് നീ കടന്നു പോകുന്ന കഷ്ടത, ഇന്ന് നിന്റെ തലമുറ ഫേസ് ചെയ്യുന്ന വേദന. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ വേദന, എന്നോട് മാത്രം എന്താ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്: നിന്നെ മാനപാത്രമാക്കുവാൻ, നിനക്ക് വില തരുവാൻ, നീ അനേകരുടെ ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടതിന് വിലയുള്ളതാക്കുവാനാ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഈ കഷ്ടത ഞാൻ അനുവദിച്ചിരിക്കുന്നത്. ആകിയാൽ പേടിക്കണ്ട. മെതിവണ്ടിയുടെ തൊട്ട് പിന്നിൽ നീ നോക്കുമ്പോൾ നിന്നെ വിതച്ച കർഷകൻ നിൽപ്പുണ്ട്. കർഷകൻ മെതിവണ്ടി ഇട്ടിട്ട് അങ്ങ് ഓടിപ്പോകത്തില്ല. കർഷകൻ മെതിവണ്ടിയുടെ തൊട്ടടുക്കലുണ്ട്. ഹല്ലേലൂയ കണ്ടുകൊണ്ടായിരിക്കുന്നത്. പാകമായ രീതിയിൽ നിനക്ക് വേദനിക്കാതെ, നിന്നെ ചതച്ചു കളയാതെ ആ മെതിവണ്ടി ഓപ്പറേറ്റ് ചെയ്യുവാൻ കർഷകൻ അറിയാം. ആ മെതിവണ്ടി കയറി ഇറങ്ങി നിന്നെ പുറത്തെടുത്ത് കഴിയുമ്പോൾ കർഷകൻ തന്റെ കൈ കൊണ്ട് നിന്നെ കോരിയെടുത്ത് ഹല്ലേലൂയ ചാക്കുകളിലാക്കി കളപ്പുരകളിലേക്ക് നിന്നെ കൂട്ടിവെച്ച് അനേകർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം നിന്റെ മുമ്പിലുണ്ട്. ആകിയാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഞാൻ ആ വായിച്ച വചനത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുള്ളവനാകുന്നു. കർത്താവിന്റെ ജ്ഞാനം, കർത്താവിന്റെ ആലോചന അത് അതിശയമുള്ളതാ. ഇന്ന് നിങ്ങളുടെ കഷ്ടത കണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഭാവി എന്തെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇന്ന് നമ്മൾ കഷ്ടത കാണുമ്പോൾ കർത്താവ് കാണുന്ന ആ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ തേജസ്സ. നമ്മൾക്ക് എപ്പോഴും അറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ സഭയുടെ വളർച്ചയെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു: കഷ്ടതയുടെ നടുവില സഭ വളർന്നത്, കഷ്ടതയുടെ നടുവില സഭ വളർന്നത്. ആകിൽ നിങ്ങളുടെ സഭ നേരിടുന്ന പ്രതിസന്ധിയാണോ? ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഇനി എങ്ങനെ സ്വാതന്ത്ര്യമുണ്ടോ? കർത്താവ് പറയുക, കഷ്ടത വരുമ്പോൾ അനേകര് നമ്മളെ അടിച്ചമർത്തുമ്പോൾ ഇതിന്റെ നടുവിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ ഇയ്യോബിന്റെ പുസ്തകത്തിന് ഇങ്ങനെ പറയുന്നല്ലോ: ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അല്ലെങ്കിൽ അതിനെ വേരോടെ അല്ലെങ്കിൽ അതിനെ മുറിച്ചു കളഞ്ഞാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് എഴുന്നേക്കും, അത് കിളിർക്കും, അത് പൊട്ടി പുറപ്പെടുവിക്കും. ആകയാൽ നമ്മൾക്ക് പലപ്പോഴും നമ്മളെ മുറിച്ചു കളഞ്ഞു, ഇനി നമ്മൾ അവിടെ നിൽക്കത്തില്ല, നിങ്ങളെ വേരോടെ പിഴുത് കളയുക മറ്റുള്ളവർ എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുക, പേടിക്കേണ്ട, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം, പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ ഗന്ധം അടിച്ചാൽ മതി, ചില പൊട്ടിക്കിളർക്കലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അത് പൊട്ടി പുറപ്പെട്ടാലുണ്ടല്ലോ അത് വീണ്ടും ഒരു വൃക്ഷമാകും. ഹല്ലേലൂയ